നമസ്കാരം. തഞ്ചാവൂർ കുംഭകോണം റൂട്ടിലുള്ള പ്രസിദ്ധമായ നവഗ്രഹ ക്ഷേത്രങ്ങളെപ്പോലെ തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലയിലുള്ള രോമസമഹർഷിയാൽ താമ്രപരണിയാറ്റിൻകരയിൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട നവകൈലാസ ക്ഷേത്രങ്ങളിൽ ഒന്നിനെപ്പറ്റി അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു ശിവകാമി അമ്മ സമേത കൈലാസനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ തിരുനെൽവേലി ചേരൻ മഹാദേവി പാതയിൽ നടുക്കല്ലൂരിനടുത്ത് കോടകനല്ലൂർ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീ പരമേശ്വരൻ കൈലാസനാഥർ എന്ന നാമത്തിലും ശ്രീ പാർവതി ശിവകാമിയമ്മ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. തമിഴ്നാട്ടിലുടനീളം ധാരാളം കൈലാസനാഥർ ക്ഷേത്രങ്ങളുണ്ട്. തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലയിലുള്ള നവകൈലാസ ക്ഷേത്രങ്ങളിൽ ചൊവ്വയുടെ സ്ഥലമാണ് ഇവിടം. അതിനാൽ തന്നെ ഇതൊരു ചൊവ്വാദോഷ പരിഹാര സ്ഥലം കൂടിയാണ്. നവഗ്രഹങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട നവകൈലാസ ക്ഷേത്രങ്ങളിൽ സൂര്യന്റെ സ്ഥലമായ പാപനാശത്തെക്കുറിച്ചും ചന്ദ്രന്റെ സ്ഥലമായ ചേരൻ മഹാദേവി ക്ഷേത്രത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. നവകൈലാസ ക്ഷേത്രങ്ങളിലെ മൂലവരിൽ ഏറ്റവും വലിയ ശിവലിംഗം ഈ ക്ഷേത്രത്തിലാണ്. നവകൈലാസ ക്ഷേത്രങ്ങൾ ഉദ്ഭവിക്കാനുള്ള കാരണം ഇതാണ്. പൊതികമലയിൽ ധ്യാനത്തിലായിരുന്ന അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് ശിഷ്യനായ രോമസമഹർഷി എത്തി. മോക്ഷപ്രാപ്തിക്കായി താമരപരണിയാറ്റിൻകരയിൽ പലയിടത്തായി ശിവലിംഗങ്ങൾ പ്രതിഷ്ഠ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനുള്ള സ്ഥലം തെരഞ്ഞെടുത്തു തരണമെന്നും ഗുരുവിനോട് അഭ്യർത്ഥിച്ചു. അഗസ്ത്യർ ശിവപൂജ ചെയ്ത 9 താമരമലരുകൾ താമരപരണിയാറ്റിൽ ഇട്ട് അത് എവിടെയെല്ലാം കരക്കടിയുന്നുവോ അവിടെ ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച് ശിവപൂജ ചെയ്യാൻ നിർദ്ദേശിച്ചു. അപ്രകാരം 9 താമരമലരുകളും കരക്കടിഞ്ഞ സ്ഥലത്ത് 9 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ച് ശിവപൂജ ചെയ്ത് രോമസമഹർഷി മോക്ഷമടഞ്ഞു. ഈ 9 ശിവലിംഗങ്ങൾക്കായി പിന്നീട് നിർമ്മിച്ച 9 ക്ഷേത്രങ്ങളാണ് നവകൈലാസ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിൽ ആദ്യ 4 എണ്ണം തിരുനെൽവേലി ജില്ലയിലും ബാക്കിയുള്ളവ തൂത്തുക്കുടി ജില്ലയിലുമാണ്. അതിൽ നവഗ്രഹങ്ങളിൽ ചൊവ്വാഗ്രഹത്തിന് അർപ്പിക്കപ്പെട്ട വൈത്തീശ്വരൻ കോവിൽ പോലെയാണ് കോടകനല്ലൂർ കൈലാസനാഥർ കോവിൽ. ഈ പ്രദേശത്തിന് കോടകനല്ലൂർ എന്ന് പേര് വരാനുള്ള കാരണം ഇതാണ്. ഒരു കാലത്ത് നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്ത് ഒരു മുനിയും പുത്രനും പർണശാല നിർമ്മിച്ച് താമസിച്ചു വന്നിരുന്നു. ഒരു നാൾ മുനി ആഴ്ന്ന ധ്യാനത്തിലിരിക്കുമ്പോൾ മുനികുമാരൻ യാഗഹോമാദികൾക്കുള്ള വിറക് ശേഖരിക്കാൻ ഉൾക്കാട്ടിലേക്ക് പോയി. ആ സമയത്ത് കാട്ടിൽ വേട്ടയാടി ക്ഷീണിച്ച് തിരിച്ചു വരികയായിരുന്ന പരീക്ഷിത്ത് മഹാരാജാവിന്റെ പുത്രൻ ജനമേജയൻ പർണശാല കണ്ട് ഒരൽപ്പം ജലം വാങ്ങിച്ചു കുടിക്കാമെന്നുറച്ച് അങ്ങോട്ട് കയറി മുനിയോട് ദാഹജലം ചോദിച്ചു. ധ്യാനത്തിലായിരുന്ന മുനി ഇത് കേട്ടില്ല. അതിനാൽ കോപിഷ്ഠനായ രാജകുമാരൻ അടുത്തു കിടന്ന ചത്ത പാമ്പിനെ എടുത്ത് മുനീശ്വരന്റെ കഴുത്തിൽ മാല പോലെ തൂക്കിയിട്ട് തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോയി. മുനി അഗാധ ധ്യാനത്തിലായിരുന്നതിനാൽ ഈ സംഭവങ്ങളൊന്നും തന്നെ അറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് വിറകുമായി തിരിച്ചെത്തിയ മുനികുമാരൻ ഇത് കണ്ട് ഞെട്ടിപ്പോയി. ജ്ഞാനദൃഷ്ടിയാൽ നടന്നത് മനസ്സിലാക്കി. തന്റെ പിതാവിനെ അപമാനിച്ച രാജകുമാരന്റെ പിതാവ് സർപ്പം തീണ്ടി മരിച്ചു പോകട്ടെ എന്ന് കോപത്തോടെ ശപിച്ചു. ഈ സംഭവം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജാതകം ഗണിച്ച രാജജ്യോതിഷികൾ മഹാരാജാവിന് സർപ്പശാപം ഏർപ്പെട്ടിരിക്കുന്നതിനാൽ പാമ്പ് കടിയേറ്റ് മരണപ്പെടാനുള്ള യോഗം കാണുന്നുണ്ടെന്ന് അറിയിച്ചു. ഇത് കേട്ട പരീക്ഷിത്ത് രാജാവ് പാമ്പിൽ നിന്ന് തന്റെ ജീവൻ രക്ഷിക്കാൻ 7 മല താണ്ടി 7 കടൽ താണ്ടി പാമ്പുകൾ വസിക്കാത്ത ഒരിടത്ത് കപ്പലിൽ മണ്ഡപം നിർമ്മിച്ച് വസിച്ചു തുടങ്ങി. അപ്പോൾ കാർക്കോടകൻ എന്ന സർപ്പം രാജാവ് കഴിക്കുന്ന മാമ്പഴത്തിനുള്ളിൽ പുഴുവായി രൂപം മാറി ഒളിഞ്ഞിരുന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് കിട്ടിയ ശാപം മൂലവും കർമ്മവിന പ്രകാരവും പാമ്പായി രൂപമെടുത്ത് രാജാവിനെ ദംശിച്ചു. അതോടെ പരീക്ഷിത്ത് മഹാരാജാവ് മരണപ്പെട്ടു. പിന്നീട് ഒരു നാൾ കാർക്കോടകൻ എന്ന സർപ്പം താൻ വസിക്കുന്ന ആരണ്യത്തിലെ കാട്ടുതീയിൽപ്പെട്ടപ്പോൾ ചൂതാട്ടത്തിലൂടെ എല്ലാം നഷ്ടപ്പെട്ട് ശനി ബാധിച്ച നളൻ അതുവഴി വന്നു. പാമ്പിന്റെ നിലവിളി കേട്ട് അതിനെ രക്ഷിച്ച നളനിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ കാർക്കോടകൻ പ്രത്യുപകാരമായി ആർക്കും നളനെ തിരിച്ചറിയാനാവാത്ത വിധം നളനെ ദംശിച്ച് വികൃതരൂപിയാക്കി. പരീക്ഷിത് മഹാരാജാവിനെയും നളനെയും തീണ്ടിയ പാപം മാറാൻ കാർക്കോടകൻ ശ്രീമൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. ദർശനം കൊടുത്ത മഹാവിഷ്ണു ഇവിടെ താമരപരണിയാറ്റിൻകരയിലുള്ള ശിവലിംഗത്തെ പൂജിച്ചാൽ പാപം മാറുമെന്ന് നിർദ്ദേശിച്ചു. അപ്രകാരം കാർക്കോടകൻ താമരപരണിയാറ്റിൻകരയിലെത്തി ശിവലിംഗം കണ്ടുപിടിച്ച് പൂജകൾ ചെയ്തു. ശിവഭഗവാൻ കാർക്കോടകന്റെ ശാപം മാറ്റി. കാർക്കോടകൻ ഭഗവാനെ പൂജിച്ചതിനാൽ ഈ പ്രദേശം കാർക്കോടക ക്ഷേത്രം കാർക്കോടകനല്ലൂർ എന്നെല്ലാം അറിയപ്പെട്ടു. കാലക്രമേണ ലോപിച്ച് കോടകനല്ലൂർ എന്നായി മാറി. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും താമരപരണിയാറ്റിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നതും രാജഗോപുരവും കൊടിമരവും ഇല്ലാതെ പുരാതനമായ ഈ ക്ഷേത്രം 12ാം നൂറ്റാണ്ടിൽ രാജരാജ ചോഴനും പിന്നീട് ഹൊയ്സാലരും പാണ്ഡ്യരാജാക്കന്മാരും പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. 2 പ്രധാന സന്നിധികളും ഒരു പ്രകാരവും മാത്രമാണ് കിഴക്ക് ദർശനമായ ഈ ക്ഷേത്രത്തിലുള്ളത്. മനോഹരമായ പ്രവേശന കവാടം കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇടതുഭാഗത്തായി നാഗർ സന്നിധിയും പിൻവശത്ത് വലിയൊരു മൺപുറ്റും. അടുത്തത് അധികാരനന്ദി. വിവാഹം തടസ്സപ്പെട്ടവരും വിവാഹം ആഗ്രഹിക്കുന്നവരും 58 മഞ്ഞൾ ഒരു മാലയിൽ കോർത്ത് നന്ദിക്ക് ചാർത്തുന്നു. ഇങ്ങനെ ചെയ്താൽ വേഗം വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം. സന്താന ഭാഗ്യത്തിനും കടം മാറാനും വിദ്യാഭ്യാസ ഉന്നതിക്കും രോഗം മാറാനും ഭക്തർ നന്ദിദേവന് മണി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിദേവന് നിത്യം തിരുക്കല്യാണം നടക്കുന്ന ക്ഷേത്രമാണിവിടം. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ കന്നിമൂല വിനായകർ, ദക്ഷിണാമൂർത്തി, ഭൈരവർ, ചണ്ഡികേശ്വരർ ഒന്നും തന്നെ ഇവിടെയില്ല.
പ്രധാന കരുവറയിൽ ദ്വാരപാലകരായി വിനായകരും വള്ളിദേവ്യാനി സമേത ശ്രീമുരുകനും കാവൽ നിൽക്കെ ശ്രീ പരമേശ്വരൻ കൈലാസനാഥർ എന്ന നാമത്തിൽ ഒരൽപ്പം വലിയ ശിവലിംഗ തിരുമേനിയായി അനുഗ്രഹം ചൊരിയുന്നു. 8 ഗജം വേഷ്ടിയാണ് ഭഗവാന് ചാർത്തുന്നത്. ശിവഭഗവാൻ തന്നെയാണ് ചൊവ്വയുടെ വടിവത്തിലും ദർശനം തരുന്നത്. ഭഗവാന് തൂരപ്പരിപ്പ് സാദം നൈവേദ്യം ചെയ്ത് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്താൽ ചൊവ്വാദോഷം മാറുമെന്നാണ് വിശ്വാസം. ചൊവ്വാദശ എന്നത് 7 വർഷമാണ്. ജാതകത്തിൽ ഈ ദശ നടക്കുന്നവരും ചൊവ്വാദശ വരാൻ പോകുന്നവരും ചൊവ്വ നീചത്തിലിരിക്കുന്നവരും ഇവിടെ എത്തി കൈലാസനാഥരെ പ്രാർത്ഥിക്കുന്നത് ഉത്തമം. ഈ പ്രദേശത്ത് ആരെയും പാമ്പ് തീണ്ടിയ ചരിത്രമില്ലെന്നാണ് പറയുന്നത്. അമ്പാൾ ശിവകാമിയമ്മ എന്ന നാമത്തിൽ തനി സന്നിധിയിൽ ഒരു കൈയിൽ മലരോടെയും വേറെ കൈ ലോലഹസ്തമായും തൂക്കിയിട്ട് പുഞ്ചിരി വിടരുന്ന ആദരങ്ങളോടെ തെക്ക് ദർശനമായി നിലകൊള്ളുന്നു. ക്ഷേത്രത്തിൽ രാഹുകേതു വടിവത്തിൽ സർപ്പയാക്ഷി ആനന്ദഗൗരിയമ്പാൾ എന്നൊരു പ്രതിഷ്ഠയുമുണ്ട്. സർപ്പദോഷം മാറാൻ ഭക്തർ ഇവിടെ ദേവിക്ക് വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. ഇതല്ലാതെ നടരാജ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം, ക്ഷേത്രതീർത്ഥം താമ്രഭരണി. ആഗമവിധി പ്രകാരമുള്ള 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മാസി ശിവരാത്രി, മാർഗഴി തിരുവാതിര, പ്രദോഷം, ചൊവ്വാഴ്ചകൾ, അമാവാസി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുനെൽവേലിയിൽ നിന്ന് 22 കിലോമീറ്റർ, കല്ലൂരിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചേരൻ മഹാദേവി, തിരുനെൽവേലി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.